ഹലോ. അപ്പോൾ ഇതൊരു ആധികാരികമായിട്ട് നിങ്ങളിത് പഠിപ്പിക്കുന്നൊരു സാധനമല്ല. ഇപ്പോൾ നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ പോർഷൻസ് കൂടി ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് അതും വെയിറ്റിംഗ് വേറെ എനിക്ക് തോന്നുന്നു വേറെ മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു 2 വീഡിയോയിൽ നിങ്ങൾ തീർക്കും. നമുക്ക് നാളെ മോഫിൻ്റെ എക്സാം ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തീർക്കും. അപ്പോൾ ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ എന്നുള്ളത്. ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ടെന്ന് നോക്കാം. ഒരു പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇതൊരു പ്ലേറ്റാണ്. ആ പ്ലേറ്റിൻ്റെ മണ്ടയിൽ കൂടെ ഫ്ലോ നടക്കുന്നുണ്ട്. വാട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സാധനത്തിന് നമ്മൾ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് വെച്ചേക്കാണ്. ഇങ്ങോട്ടേക്ക് ഫ്ലാറ്റ് പ്ലേറ്റ് വെച്ചേക്കുന്നത് ഫ്ലോ നടക്കുന്ന ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അതിൽ ആ ഒരു ഫ്ലോ ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു എന്തുകൊണ്ട് വെക്കുന്നു, ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് നമ്മൾ ഇങ്ങനെ കൊണ്ട് വെക്കുന്നു. അപ്പോൾ ഈ ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫ്ലാറ്റ് പ്ലേറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നടക്കുന്ന ഫ്ലോ നടക്കുന്ന ഡയറക്ഷൻ ഇതാണ്. ഇറ്റ് ഈസ് ഹാവിങ് എ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് യു ആണ്, അല്ലെങ്കിൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ യു എന്ന് പറയുന്ന ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റി ഉണ്ട്. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദ ഫ്രീ സ്ട്രീം വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡിൻ്റെ ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ് യു, ക്യാപിറ്റൽ യു എന്ന് പറയും. ക്യാപിറ്റൽ യു ആണ്. അപ്പോൾ ഇത് ഫ്ലാറ്റ് പ്ലേറ്റ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്, ഫസ്റ്റ് ഈ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ഫസ്റ്റ് ഈ ഒരു ഫ്ലോയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഈ ഒരു എഡ്ജാണ്. അപ്പോൾ ഈ ഒരു എഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേര് ലീഡിങ് എഡ്ജ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ഈ ഫ്ലോയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന എഡ്ജ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ എൻഡ് എന്ന് പറയുന്നതിന് നമ്മൾ എന്ന് പറയും ട്രെയിലിംഗ് എഡ്ജ് എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ ലീഡിങ് എഡ്ജ് ഞാനിവിടെ വെച്ചു. ഇതാണ് നമ്മുടെ ലീഡിങ് എഡ്ജ്. ഫസ്റ്റ് ഫ്ലോ കോണ്ടാക്റ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ സംഭവിക്കുന്നത് എന്താണ്, ആക്ച്വലി നമ്മൾ ഈ മോളിക്യൂൾസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ, ഇവിടുത്തെ മോളിക്യൂൾസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓരോ സ്ട്രീം ലൈൻസ് ആയിട്ട് ഇങ്ങനെ മോളിക്യൂൾസ് ഫ്ലോ ചെയ്ത് പോവാണ്. അപ്പോൾ ഈ മോളിക്യൂൾസ് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ഈ മോളിക്യൂൾസ് വിൽ ബി ഹാവിങ് എന്താണ് അട്രാക്റ്റീവ് ഫോഴ്സ് വിത്ത് ഈച്ച് അതർ. അതിൻ്റെ വിസ്കോസിറ്റി നമ്മൾ കോഹസീവ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ആ റെസിസ്റ്റൻസ് ഫ്ലോ ആ ഒരു മോളിക്യൂൾസിനുണ്ട്. അപ്പോൾ ആ മോളിക്യൂൾസിൻ്റെ കോഹസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ മോളിക്യൂൾസിൻ്റെ ആ കോഹസീവ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് അവിടെ ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റി യു ഉണ്ടാവുക. ഈ എൻ്റയർ ഫ്ലോയ്ക്ക് ഒരു മീൻ വെലോസിറ്റി നമ്മൾ പറയും, ദാറ്റ് ഈസ് ക്യാപിറ്റൽ യു. പക്ഷേ നമ്മളിവിടെ ഫ്ലാറ്റ് പ്ലേറ്റ് അടിച്ച് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് കൊണ്ട് വെച്ചേക്കുവാണ്. ഈ ഫ്ലാറ്റ് പ്ലേറ്റിലുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് ദേ ആർ ഡിഫറെൻറ്റ്. അത് ഈ ഒരു ഫ്ലൂയിഡ് മോളിക്യൂൾസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ മോളിക്യൂൾ, ഈ ഒരു ഫ്ലൂയിഡ് മോളിക്യൂൾ എന്ന് പറയുന്നത്, പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, ഈ ഫ്ലാറ്റ് പ്ലേറ്റ് വന്ന് ഇവിടെ വരുമ്പോൾ വേറൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോളിക്യൂളുമായിട്ട് ഈ ലീഡിങ് എഡ്ജ് വന്ന് അറ്റാച്ച് ചെയ്യും, വന്ന് മുട്ടുമ്പോഴത്തേക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂളുമായിട്ട് എന്ത് ചെയ്യാണ്, കോണ്ടാക്റ്റ് വരുവാണ്. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ഫോഴ്സ് നമുക്ക് ഉണ്ടാവും എന്ന് പറയാം, അവിടെ അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും, റെസിസ്റ്റൻസ് ടു ഫ്ലോ അല്ലെങ്കിൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറയും. അപ്പോൾ ഈ ഒരു മോളിക്യൂൾസിൻ്റെ പ്രത്യേകത, ഇവിടെ നിൽക്കുന്ന ഒരു മോളിക്യൂളിന് അതേസമയം ആ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നില്ല. ദേ ആർ ഓൺലി എക്സ്പീരിയൻസിങ് ദ കോഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ സിമിലർ മോളിക്യൂൾസ് present in the fluid. But the fluid particles which come into contact with the leading edge of the flat plate will experience an additional resistance offered by the flat plate due to the adhesive force between the fluid molecule and the flat plate. അപ്പോൾ ഈ ഫ്ലൂയിഡ് മോളിക്യൂളും ഫ്ലാറ്റ് പ്ലേറ്റും നമ്മളുള്ള അഡീസീവ് ഫോഴ്സ് കൊണ്ട് അവിടെ ഒരു എക്സ്ട്രാ ബിറ്റ് ഓഫ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി ദേ ഹാവ് ടു യൂസ് സം എനർജി. ഈ മോളിക്യൂൾസിന് എന്ത് ചെയ്യണം, ഇവിടെ ഒരു എക്സ്ട്രാ ബിറ്റ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനോട് തന്നെയാണ്, ഒരു പിടുത്തം വരുവാണ്. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ ഈ മോളിക്യൂൾസിന് അതിൻ്റെ എനർജി ഉപയോഗിക്കേണ്ടി വരും. ഇറ്റ് യൂസസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. ഈ മോളിക്യൂൾ ഇങ്ങോട്ട് നിരങ്ങി വരുമെന്ന് ആലോചിച്ചോ, ചുമ്മാ നിങ്ങൾ പഠിക്കാൻ വേണ്ടി, കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങോട്ട് പോകുന്തോറും they will be experiencing more and more frictional resistance because the area of contact of this flat plate is increasing as the molecules moves towards എന്താണ്, അല്ലെങ്കിൽ moves from the leading edge. leading edge എന്ന് പോകുന്തോറും the area of contact കൂടി വരുവാണ്, that means adhesive force കൂടി വരുവാണ്, that means frictional force resistance കൂടി വരുവാണ്. അപ്പോൾ they will be experiencing more and more resistance. For overcoming that resistance, the molecules have to use certain amount of energy and they uses their kinetic energy. ആ മോളിക്യൂൾസ് അതിൻ്റെ കൈനറ്റിക് എനർജി ഉപയോഗിക്കും. കൈനറ്റിക് എനർജി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഹാഫ് mv² എന്ന് പറയുന്ന വെലോസിറ്റിയാണ് അതിൻ്റെ കൈനറ്റിക് എനർജിനെ സ്വാധീനിക്കുന്ന ഘടകം. ഇഫ് കൈനറ്റിക് എനർജി ഈസ് റെഡ്യൂസിങ് ദെൻ ദ വെലോസിറ്റി വിൽ ബി റെഡ്യൂസിങ്. ഈ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും. ചുരുക്കി പറഞ്ഞാൽ ഈ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ഈ മുകളിലുള്ള മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്.
എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ലെറ്റർ യു വെലോസിറ്റി ഇവിടുത്തെ അടുത്തുള്ള മോളിക്യൂൾസിൻ്റെ വെലോസിറ്റിക്ക് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഈ മോളിക്യൂൾസിന് വെലോസിറ്റി ആയിട്ട് ഉണ്ടാകത്തില്ല. അഥവാ ഈ ലീഡിങ് എഡ്ജുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന മോളിക്യൂൾസിന് അല്ലെങ്കിൽ കോൺടാക്ട് വരുന്ന മോളിക്യൂൾസിന് ദേ വിൽ ബി ഹാവിങ് വെരി എന്തുവാണ്, അല്ലെങ്കിൽ ദേ വിൽ ബി ഹാവിങ് എ ലെസർ വെലോസിറ്റി കമ്പയർഡ് ടു ദി ഫ്രീ സ്ട്രീം വെലോസിറ്റി ഡ്യൂ ടു ദ അഡ്ഹീസീവ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഫ്ലാറ്റ് പ്ലേറ്റ്. അപ്പോൾ നമ്മളൊരു കാര്യമുണ്ട്, നമ്മളിപ്പം ഈ ലെയേഴ്സ് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മോളിക്യൂൾസ് ഇവിടെ ഒരു സ്ട്രീം ലൈൻ ഉണ്ട്, നമ്മൾ അടുത്ത സ്ട്രീം ലൈൻ ഇങ്ങനെ ലെയർ ആയിട്ടാണ് പൊക്കൊണ്ട് നിൽക്കുന്നത് വെക്കുക. ഇപ്പോൾ ലാമിനാർ കണ്ടീഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, തൊട്ടടുത്തിരിക്കുന്ന ഒരു ലെയർ എന്ന് പറയുന്നത് ഡീസിലറേറ്റ് ചെയ്താൽ ഈ ലെയർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ലെയറിന് എന്ത് സംഭവിച്ചു, ഡീസിലറേഷൻ സംഭവിച്ചു. ഈ ലെയറിന് ഡീസിലറേഷൻ സംഭവിച്ചാൽ ഇത് തൊട്ട് മുകളിലിരിക്കുന്ന മറ്റ് ലെയറിനെ എന്ത് ചെയ്യും, ഇറ്റ് വിൽ പ്രൊവൈഡ് എ റെസിസ്റ്റൻസ് ടു ദ അഡ്ജസൻറ്റ് ലെയർ. ഈ അഡ്ജസൻറ്റ് ലെയറിന് ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. കാര്യം ഇവ രണ്ടും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കുറയുമ്പം ഓഫ് കോഴ്സ് ദാറ്റ് എന്താണ് ദ മോളിക്യൂൾസ് വിൽ എന്താണ് ഡ്രാഗ് ദിസ് അഡ്ജസൻറ്റ് മോളിക്യൂൾസ് ഡൗൺ. അപ്പോൾ ആ മോളിക്യൂൾസിനെ തൊട്ട് മുകളിലുള്ള അഡ്ജസൻറ്റ് മോളിക്യൂൾസിനെ അതെന്ത് ചെയ്യും, പിടിച്ചു നിർത്തും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു എന്ത് ഉണ്ടാവുമെന്നറിയോ, ഒരു ബൗണ്ടറി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ബൗണ്ടറി വരച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ട് പോകും തോറും ആ എന്താണ് വെലോസിറ്റി കുറയുന്നതിൻ്റെ കുറച്ചായിട്ട് വരും. പക്ഷേ ഈ ഒരു ബൗണ്ടറിക്ക് അകത്ത് എപ്പോഴും വെലോസിറ്റി എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ യു ആയിരിക്കും. ഇവിടുത്തെ അകത്തെ വെലോസിറ്റി എന്തായിരിക്കും, സ്മാൾ ലെറ്റർ യു ആയിരിക്കും. ഈ സ്മാൾ ലെറ്റർ യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ യു. ഈ ക്യാപിറ്റൽ ലെറ്റർ യുവിനെ കാട്ടിയും അഥവാ നമ്മുടെ ഫ്രീ സ്ട്രീം വെലോസിറ്റിനെ കാട്ടിയും അതെന്തായിരിക്കും, കുറഞ്ഞൊരു വെലോസിറ്റി വാല്യൂ ആയിരിക്കും സ്മാൾ ലെറ്റർ യു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ബൗണ്ടറി വരയ്ക്കാനായിട്ട് പറ്റും. അതായത് ബൗണ്ടറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബൗണ്ടറിക്കകത്ത് ദ വെലോസിറ്റി ഓഫ് മോളിക്യൂൾസ് വിൽ ബി ലെസ്സർ ആസ് കമ്പയർഡ് ടു ദ ഫ്രീ സ്ട്രീം വെലോസിറ്റി ഓഫ് ഫ്ലോ. അതിനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബൗണ്ടറി ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം എന്താ ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. കാര്യം മുകളിലോട്ട് പോകുന്നതോറും വെലോസിറ്റി കൂടി ഇവിടെ എത്തുമ്പോഴത്തേക്കും ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയി. അപ്പം നമുക്ക് ഒരു സെർട്ടൈൻ പോർഷൻ വരെയും ഈ ബൗണ്ടറി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഈ ഒരു സെക്ഷനെ ബൗണ്ടറി ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഒരു സെക്ഷനെ ഞാൻ വിളിച്ചു ഇറ്റ് ഈസ് ആക്ച്വലി ദ ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് വിളിക്കും. കാരണം ഇവിടുത്തെ മോളിക്യൂൾസ് ഒക്കെ എന്താണ് ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ എന്ത് ചെയ്യുകയാണ്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മളെന്ന് വിളിക്കും, ഫ്രീ സ്ട്രീം വെലോസിറ്റിനെ കാട്ടി ചെറിയൊരു വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് വിളിക്കും. അപ്പോൾ ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് ലീഡിങ് എഡ്ജിൽ നിന്ന് ആദ്യത്തെ പോർഷൻ ഉണ്ടാകുന്ന ബൗണ്ടറി ലെയർ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു പോർഷനാണ്. അപ്പോൾ അവിടുത്തെ ഫ്ലോ എന്ന് പറയുന്നത് ഈ ബൗണ്ടറി ലെയറിലെ മോളിക്യൂൾസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് പറയും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കിങ്ങനെ തിക്നെസ് ഇങ്ങനെയാണ് എടുക്കുന്നത് അല്ലേ, ഇതാണ് അതിൻ്റെ തിക്നെസ്, ഇതാണ് ഇവിടുത്തെ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ്. ഇങ്ങോട്ട് പോകുന്തോറും ലീഡിങ് എഡ്ജിൽ നിന്ന് പോകുന്തോറും തിക്നെസ് എന്ത് ചെയ്തുകൊണ്ട് വരുവാണ്, ഇറ്റ് ഈസ് ഇൻക്രീസിങ്, തിക്നെസ് കൂടി വരുവാണ്. അപ്പോൾ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പോയിന്റ് മുതൽ, അതായത് നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ബൗണ്ടറി മുതൽ നമ്മുടെ ഈ ഒരു പോയിന്റ് വരെയാണ്. ഈ ഒരു പോയിന്റിൽ വെലോസിറ്റി സ്മാൾ ലെറ്റർ യു എന്ന് പറയുന്നത് 99% ഓഫ് ക്യാപിറ്റൽ ലെറ്റർ യു ആവും. കാര്യം ഈ ഒരു ബൗണ്ടറി ലെയറിന് പുറത്ത് പോയാൽ അവിടുത്തെ ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്തിന് ഈക്വലാവും, ക്യാപിറ്റൽ ലെറ്റർ യുവിന് ഈക്വലാവും. പക്ഷേ ഈ ബൗണ്ടറി ലെയറിൻ്റെ ലെയർ എവിടം വരെ നമ്മൾ വരയ്ക്കണം, ആ തിക്നെസ് ഇതുവരെയുള്ള തിക്നെസ് നമ്മൾ എവിടം വരെയുള്ള കൺസിഡർ ചെയ്യണം. അതായത് ഈ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ പോയിന്റ് മുതൽ നമ്മളെന്താണ് ഈ ഒരു ബൗണ്ടറി ലെയറിലെത്തുമ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് വിൽ ബി ദ 99% ഓഫ് ദ ഫ്രീ സ്ട്രീം വെലോസിറ്റി. അപ്പോൾ ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദി ബൗണ്ടറി ഓഫ് ദി സർഫസ് ടു ദ പോയിന്റ് വെയർ the velocity of the molecules becomes 99% of the free stream velocity of the flow is known as the boundary layer thickness എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സിംപിളി ഡിഫൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഞാനിതൊന്ന് എഴുതി വെച്ച് സമയം കാര്യം ഇതൊക്കെ എഴുതി നമ്മൾ പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം പോകും. അപ്പം ബാക്കി പോർഷൻസ് കൂടെ നോക്കണമെന്നുള്ളത് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് 2 വീഡിയോയിൽ തീർക്കാൻ പറ്റുന്ന സാധനങ്ങളെ ഇതിൽ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇതിനാണ് ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് നോക്കണം. അപ്പോൾ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അഡ്ജസൻറ്റ് മോളിക്യൂൾസ് ഈ ഫ്ലാറ്റ് പ്ലേറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഈ അഡ്ജസൻറ്റ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ഈസ് ഓൾമോസ്റ്റ് കൺസിഡർഡ് ടു ബി 0. അവിടുത്തെ വെലോസിറ്റി കാര്യം അത് അഡ്ഹീസീവ് ഫോഴ്സ് കൊണ്ട് പിടിച്ച് വെച്ചേക്കുവാണ് ഈ മോളിക്യൂൾസിനെല്ലാം. അപ്പോൾ അവിടെ ഈ ഒരു ലെയറിൻ്റെ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് കാണും. അപ്പോൾ ഇത് ലാമിനാറാണ്. ഇനി അതേസമയം നമ്മൾ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതോറും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൂടി വരികയല്ലേ. അപ്പോൾ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൂടി വരികയാണ്. ഈ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൂടി വരുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അതിന് കൂടുതൽ എനർജി വേണ്ടി വരും. ഏതിന് കൂടുതൽ എനർജി വേണ്ടി വരും,
ഈ മോളിക്യൂൾസിന്, ഈ അഡ്ജസൻറ്റ് മോളിക്യൂൾസിന് കൂടുതൽ എനർജി കളയേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേകത, ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഈ മോളിക്യൂൾ തൊട്ട് മുകളിലുള്ള മോളിക്യൂളിനെ എന്ത് ചെയ്യും? ഡീസിലറേറ്റ് ചെയ്യും. ഈ മോളിക്യൂൾ തൊട്ട് മുകളിലുള്ള മോളിക്യൂൾസിനെ ഡീസിലറേറ്റ് ചെയ്യും. അപ്പം ദീസ് മോളിക്യൂൾസ് ആർ എക്സ്പീരിയൻസിങ് എന്തോന്ന് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എന്താണ് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ്. ഈ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൊണ്ട് ഇപ്പോൾ ഈ ഒരു മോളിക്യൂളിന്, എനിക്കിപ്പോൾ സപ്പോസ് ഈ ഒരു മോളിക്യൂളിന് ആ ഒരു എന്താണ് എനർജി ലെവൽ കിട്ടത്തില്ല. എന്ത് ഓവർകം ചെയ്യാൻ വേണ്ടി? ഈ ഒരു ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള എനർജി കിട്ടത്തില്ല നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു മോളിക്യൂൾസിന് കിട്ടത്തില്ല നോക്കുക. അപ്പോൾ ഈ മോളിക്യൂൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ള മോളിക്യൂളിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അഡ്ജസൻറ്റ് മോളിക്യൂളിൽ നിന്ന് എനർജി സ്വീകരിക്കും. ആ എനർജി സ്വീകരിച്ചാൽ മാത്രമേ ഈ ഇവിടെ ഓഫർ ചെയ്യുന്ന ഈ ഒരു ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്ത് ചാടിയങ്ങ് അപ്പുറത്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ആസ് ദ ലെങ്ത് ഓഫ് എന്താണ് ഫ്ലാറ്റ് പ്ലേറ്റ് ഇൻക്രീസസ്, അല്ലെങ്കിൽ ആസ് ദ ഫ്ലോ മൂവ്സ് അവേ ഫ്രം എന്താണ് ലീഡിങ് എഡ്ജ്, ദ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഫ്ലാറ്റ് പ്ലേറ്റ് will increase എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് there will be certain points where the molecular energy become insufficient to overcome the friction resistance offered by the flat plate. അപ്പോൾ ആ ഫ്ലാറ്റ് പ്ലേറ്റ് ഓഫർ ചെയ്യുന്ന ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് എന്താണ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജി ആ മോളിക്യൂൾസിന്, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആ മോളിക്യൂളിന് മാത്രം കഴിയത്തില്ല. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം എന്ത് പറയാൻ പറ്റും? ദ മോളിക്യൂൾസ് വിൽ അബ്സോർബ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് വിൽ അബ്സോർബ് എനർജി ഫ്രം ദി അഡ്ജസൻറ്റ് മോളിക്യൂൾസ്. അബ്സോർബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വലിച്ചെടുക്കുക അല്ല അത് ചെയ്യുന്നത്. ആക്ച്വലി ദേ വിൽ ട്രാൻസ്ഫർ എനർജി എന്ന് പറയാൻ പറ്റും. അതായത് മോളിക്യൂൾസ് വിൽ അബ്സോർബ് എനർജി ത്രൂ എനർജി ട്രാൻസ്ഫർ ഫ്രം ദി അഡ്ജസൻറ്റ് മോളിക്യൂൾസ് ബൈ മോളിക്കുലാർ കൊളിഷൻ. അതായത് ഒരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളിന് പോയി ഇടിച്ചാൽ മാത്രമേ ഈ എനർജി, ഈ മൊമെൻറ്റം ട്രാൻസ്ഫർ വഴി അപ്പുറത്തോട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ മൊമെൻറ്റം, ഈ ഒരു മോളിക്യൂളിൻ്റെ മൊമെൻറ്റം അപ്പുറം മോളിക്യൂളിലേക്ക് വന്ന് ഇടിക്കുമ്പോഴാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെ മോളിക്യൂൾസ് തമ്മിൽ എന്താണ് ആകെ ബഹളമാകും എന്ന് പറഞ്ഞാൽ ഇവിടെ മര്യാദയ്ക്ക് ഒതുങ്ങി റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും മര്യാദയ്ക്കൊക്കെ പോയതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആകെ ഇടിക്കുവാണ് മൊത്തം പക്ഷേ. അതുകൊണ്ട് ഈ ഒരു പോർഷനെ നമ്മൾ ടർബുലൻ്റ് ബൗണ്ടറിയുടെ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് ടർബുലൻ്റ് ബൗണ്ടറി ലെയർ ആകുമ്പോഴത്തേക്ക് ദ തിക്നെസ് ഓഫ് ദി ബൗണ്ടറി ലെയർ ഇൻക്രീസസ് റാപ്പിഡ്ലി. അപ്പോൾ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താകും? പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ടർബുലൻ്റ് ബൗണ്ടറി ലെയർ. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഒരു ട്രാൻസിഷൻ കാണിക്കുന്നില്ലേ, ലാമിനാറിൽ നിന്ന് ടർബുലൻ്റിലേക്ക്. അതുകൊണ്ട് ഇതിനെ ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മളെന്ന് പറയും ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ. ഈ സാധനം എഴുതി വെക്കുക. ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ടർബുലൻ്റ് ബൗണ്ടറി ലെയറിലാണെങ്കിൽ കൂടിയും നമ്മൾ ഈ ഒരു പോയിന്റ്, ഈ ഒരു പോർഷൻ അഡീസീവ് ഫോഴ്സ് കൊണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുമല്ലേ, ഇത് അങ്ങോട്ട് സിക്സാഗ് മോഷനിൽ മൂവ് ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെയറിനെ, അതായത് വൺ ലെയർ അഡ്ജസൻറ്റ് ടു ദി എന്താണ് ഫ്ലാറ്റ് പ്ലേറ്റ് വിൽ റിമെയിൻ എന്താണ് ഇൻ എ വെൽ ഡിഫൈൻഡ് മാനർ, അല്ലെങ്കിൽ ഒരു ലാമിനാർ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ ലാമിനാർ സബ് ലെയർ എന്ന് വിളിക്കും. ഇത് ഓർത്തോളണേ. നമ്മൾ ലാമിനാർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ലാമിനാർ ബൗണ്ടറി ലെയറിൻ്റെ കണ്ടീഷൻ എഴുതി വയ്ക്കും. ലാമിനാർ സബ് ലെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ പോർഷൻ ആൻഡ് ദ ലെയർ പ്രസൻറ്റ് ഇൻ ദ ടർബുലൻ്റ് ബൗണ്ടറി ലെയർ വെയർ ദ മോളിക്യൂൾസ് അഡ്ജസൻറ്റ് ടു ദ എന്താണ് ഫ്ലാറ്റ് പ്ലേറ്റ് ആർ പ്രസൻറ്റ്. അപ്പോൾ ആ ഒരു സാധനത്തിന് നമ്മൾ ലാമിനാർ സബ് ലെയർ എന്ന് പറയും. അപ്പോൾ ഇത് ബൗണ്ടറി ലെയർ ചോദിച്ചാൽ കഴിഞ്ഞാൽ ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് ഹെഡിങ് ചെയ്യുക, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ട്രാൻസിഷൻ പിന്നെ എഴുതിയാൽ മതി. ടർബുലൻ്റ് ബൗണ്ടറി ലെയർ എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ടർബുലൻ്റ് ബൗണ്ടറി ലെയർ ആകുമ്പോഴത്തേക്ക് ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് അതിൻ്റെ തിക്നെസ് വിൽ ബി ഇൻക്രീസിങ് റാപ്പിഡ്ലി എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയാണ് പ്രോബ്ലം ചോദിക്കുന്നത്. ബൗണ്ടറി ലെയർ 2 വീഡിയോയിൽ മോഡ്യൂൾ തീരുവേ. അപ്പോൾ ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ ഞാൻ പറഞ്ഞല്ലോ. സാധാരണ പല നോർമലി നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നതാണ് അവിടുത്തെ ബൗണ്ടറി ലെയർ തിക്നെസ്. അതിൻ്റെ ഡെഫിനിഷൻ മാത്രം ഞാൻ ജസ്റ്റ് പറയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ബൗണ്ടറി ഓഫ് ദി സോളിഡ്. അതായത് ഇവിടെ നിന്ന് എന്താണ് മെഷേർഡ് ഇൻ വൈ ഡയറക്ഷൻ. അതായത് ഇത് വൈ ഡയറക്ഷനും ഇത് എക്സ് ഡയറക്ഷനുമായിട്ട് എടുത്താൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് വൈ ഡയറക്ഷനിൽ മെഷർ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. വേർ ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 99.99 ടൈംസ് ദി ഫ്രീ സ്ട്രീം വെലോസിറ്റി, അല്ലെങ്കിൽ 99% ഓഫ് ദി ഫ്രീ സ്ട്രീം വെലോസിറ്റി. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അത് സാധാ ഡെൽറ്റ ബൗണ്ടറി ലെയർ തിക്നെസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താണ് ഡിസ്ക്രിപ്ഷനിൽ നോക്കി പഠിച്ചോളണം. ഇനി രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പല ടൈപ്സ് ഓഫ് ബൗണ്ടറി ലെയർ തിക്നെസ്സുകളുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്.
അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡെൽറ്റ സ്റ്റാർ ആണ്. ഇതിൻ്റെ ഡെഫിനിഷൻ മാത്രം എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയാം. അത് നമുക്ക് ആക്ച്വലി ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മെഷേർഡ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഒരു ബൗണ്ടറി ലെയർ ഇവിടെ ഉണ്ടെങ്കിൽ ബൗണ്ടറി ലെയർ ഇങ്ങനെ ഫോം ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മോളിക്യൂൾസ് വരുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ് ഈ ബൗണ്ടറി ലെയർ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിനെ ഞാൻ മുകളിലേക്കും താഴേക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു, ബൈ വിച്ച് ദ ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ്. അതായത് ഈ ബൗണ്ടറി ഞാൻ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ബൗണ്ടറി ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി ഇവിടെ മെയിൻ വെലോസിറ്റി യു ആയിരുന്നു, ഇവിടെ ഇതിനകത്തുള്ള വെലോസിറ്റി സ്മാൾ ലെറ്റർ യു ആണ്. ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ നെറ്റ് വെലോസിറ്റി കുറയും. അപ്പോൾ ഫ്ലോ റേറ്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഫ്ലോ റേറ്റ് കുറയും, റോ എ വി അല്ലെങ്കിൽ ഡിസ്ചാർജ് പറഞ്ഞ എ ഇൻറ്റു വി, ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന സാധനം കുറയുമല്ലോ, കാര്യം വെലോസിറ്റി അവിടെ റിഡക്ഷൻ ബൗണ്ടറി ഫോർമേഷൻ കൊണ്ട് വരുമല്ലേ. അപ്പം ഈ ഫ്ലോ റേറ്റ് പഴയപടി ആക്കുന്നതിന് വേണ്ടി ഈ ഒരു ബൗണ്ടറി ലെയറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് എത്ര ഡിസ്റ്റൻസ് മുകളിലേക്ക് എന്ത് ചെയ്യിക്കണം, മൂവ് ചെയ്യിക്കണം എന്നുള്ള കറക്റ്റ് കൺസെപ്റ്റ് പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷേ സമയമില്ല, ഇത് ഇത്ര മാത്രമേ ആലോചിച്ച് ഇങ്ങനെ അങ്ങ് ഡെഫിനിഷൻ പഠിച്ചാൽ ഇറ്റ് ഈസ് ദ എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ഫ്ലാറ്റ് പ്ലേറ്റ് പെർപെൻഡിക്കുലർ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ in order to compensate for the reduction in flow rate. അതിനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് വിളിക്കുന്നത്. അത് കണ്ട് ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഡെറിവേഷൻ നമുക്കിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കാനുള്ള നിർവാഹമില്ല. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് മാത്രം പഠിക്കുക. ഇൻ്റഗ്രൽ 0 to ഡെൽറ്റ 1 മൈനസ് സ്മാൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു എന്തെന്ന് പഠിക്കുക, dy. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിൻ്റെ എന്താണ് എക്സ്പ്രഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് മൊമെൻറ്റം തിക്നെസ്. അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെൻറ്റം എന്നറിയാമല്ല. മൊമെൻറ്റം തിക്നെസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ ആണെന്ന് അറിയണം. മൊമെൻറ്റം തിക്നെസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് തീറ്റയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി മാറുന്നതുകൊണ്ട് മാസ് ഇൻറ്റു വെലോസിറ്റി മാറും. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് എന്താണ് മൂവ്ഡ് ബൈ ദി ഫ്ലാറ്റ് പ്ലേറ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ഫോർ ദി റിഡക്ഷൻ ഇൻ എന്തെന്ന് പഠിക്കണം, മൊമെൻറ്റോ എന്ന് പഠിക്കണം. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ട് അത് ഡെറിവേഷൻ പറഞ്ഞാൽ കറക്റ്റ് എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് പിടിയിട്ടതുള്ളൂ. അപ്പോൾ അതിപ്പം ഒന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രം കാണാൻ പഠിക്കുക. ഡെറിവേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് നോക്കി പഠിച്ചുകൊണ്ടാൽ മതി. 0 to ഡെൽറ്റ, ഈ ഡെൽറ്റയാണ് നമ്മുടെ ബൗണ്ടറി ലെയർ തിക്നെസ് പറയുന്നത്, മാക്സിമം ബൗണ്ടറി ലെയർ തിക്നെസ് പറയുന്നത്. 0 to ഡെൽറ്റ സ്മാൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു എന്താണ് 1 മൈനസ് സ്മാൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു dy. ഇതിനാണ് മൊമെൻറ്റം തിക്നെസ് എന്ന് പറയുന്നത്. ആൻഡ് സി മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് എനർജി തിക്നെസ്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആണ് ആക്ച്വലി തിക്നെസ് ഓഫ് ദി ബൗണ്ടറി ലെയർ. ഇത് മൂന്നും ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കൺസെപ്റ്റ്സുകളാണ്, അത് ആലോചിച്ച് പോകണം. എനർജി തിക്നെസ് ഡെൽറ്റ ഇട്ടിട്ട് 2 സ്റ്റാർ ആണ്. ഒരു സ്റ്റാർ ഇട്ടാൽ നമുക്കത് എന്ത് തിക്നെസ് ആയിട്ട് തോന്നും, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആയിട്ട് തോന്നും. അപ്പോൾ എനർജി തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് കൈനറ്റിക് എനർജി കുറയില്ലേ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² അല്ലേ. അപ്പം ½ mv² വെലോസിറ്റി എന്ന് പറയുന്നത് മാറുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി കുറയും. അപ്പം അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ നമ്മൾ എന്ത് പറയും, ഇൻ്റഗ്രൽ 0 to ഡെൽറ്റ എന്ത് പറയാം 1 മൈനസ് സോറി ഇതുപോലെ സ്മാൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു എന്താണ് 1 മൈനസ് സ്മാൾ യു സ്ക്വയർ ബൈ ക്യാപിറ്റൽ യു സ്ക്വയർ ഇൻറ്റു dy എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ എനർജി തിക്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനർജി തിക്നെസ് ഉണ്ട്, പിന്നെ മൊമെൻറ്റം തിക്നെസ് ഉണ്ട്, പിന്നെ അതേപടി ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിക്നെസ്സുകളുണ്ട്. ഇപ്പോൾ ഇക്വേഷൻ എളുപ്പമാണ്. ഇത് 1 മൈനസ് യു ബൈ യു ഇൻറ്റു dy. ലിമിറ്റ് 0 to ഡെൽറ്റ തന്നെയാണ്, നമ്മുടെ 0 to ഡെൽറ്റ തന്നെയാണ് ലിമിറ്റ് കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ 0 to ഡെൽറ്റ ഇത്രയും വരുമായിരിക്കും. 0 to ഡെൽറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിമിറ്റ് കൊടുക്കുന്നത്. മൊമെൻറ്റം തിക്നെസ് വരുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻറ്റു യു ബൈ യു വരും. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് വരുമ്പോൾ എനർജി തിക്നെസ് വരുമ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ കൂട്ടത്തിൽ അകത്ത് എന്ത് വരും, യു സ്ക്വയർ ബൈ യു സ്ക്വയർ എന്ന് പറയുന്ന ടൈം വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ 3 സാധനം പഠിക്കുന്നത്. ഇനി നമുക്ക് ഡ്രാഗ് ഫോഴ്സ്, നമുക്കറിയാലോ ഈ ഒരു ലെയറിനുണ്ടാകുന്ന ഒരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെ പിടിച്ചെടുക്കുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഡ്രാഗ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താണ്, ഡെറിവേഷൻ നിങ്ങൾ നോക്കിക്കോളണം. ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ ഈ ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് FD എന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ FD എന്ന് പറയുന്ന ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഈ ഡ്രാഗ് ഫോഴ്സ് കൊണ്ടാണല്ലോ അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നത്. ആ ഷിയർ സ്ട്രെസ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് FD ആണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ FD കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ τ0 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ τ0 ബൈ
റോ ഇൻറ്റു യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ തീറ്റ ബൈ ഡോ എക്സ്. ഡോ തീറ്റ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം തിക്നെസ് ആണ്. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉള്ള ഡിഫറൻഷ്യൽ. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലെന്ത് എക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഈ ലെന്തിന് അക്രോസ് ആയിട്ടുണ്ടാവുന്ന മൊമെന്റം തിക്നെസിന്റെ ചേഞ്ച് ആണ് നമ്മൾ ഡോ തീറ്റ ബൈ ഡോ എക്സ്. ടോ സീറോ എന്ന് പറയുന്നത് അവിടുത്തെ ഷിയർ സ്ട്രെസ് ആണ്. പിന്നെ റോ എന്ന് പറയുന്നത് അവിടുത്തെ ഡെൻസിറ്റി ആണ്. യു എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്. ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്. ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് ഈ ടോ സീറോ ഉണ്ടെങ്കിൽ എഫ് ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് എഫ് ഡി ഇക്വേഷൻ പഠിച്ചോളാം. കാര്യം നമുക്ക് എപ്പോഴും എഫ് ഡി ആണ്, അതായത് ഡ്രാഗ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഡി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L. 0 to L എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബൗണ്ടറി ലെയർ എങ്കിൽ, ഫ്ലാറ്റ് പ്ലേറ്റ് എങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ബൗണ്ടറി ലെയർ ഫോർമേഷൻ കടക്കും. അപ്പോൾ ഇവിടെ എക്സ് നമ്മളിങ്ങനെയാണ് പറയുന്നത്, എക്സിൻ്റെ വാല്യൂ ഇവിടെ 0 ആയിരിക്കും. ഇവിടെ ഈ ടോട്ടൽ എന്തെന്ന് പറയുന്നത് L ആണെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ, ഇവിടെ നിന്നുള്ള എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു L. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് നമ്മൾ ആക്ച്വലി കൊടുക്കുന്നത് 0 to L എന്ത് കൊടുക്കണം? ടോ സീറോ ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ബി എന്ന് പറയുന്നത് അവിടുത്തെ ഇതിനൊരു തിക്നെസ് ഉണ്ടാവുമല്ലോ. ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ആ വെട്ടാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ വോൺ കാർബൺ മൊമെന്റ് ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കും. എന്ന് വിളിക്കും വോൺ, ഇത് ഡെറിവേഷൻ ഉള്ളതാണ്. മൊമെന്റം ഡെറിവേഷൻ നോക്കാൻ പറ്റുന്നുള്ളൂ, നോക്കുക. നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമില്ല. തെർമോഡൈനാമിക്സ് എന്താ പറയുക, എല്ലാം പറഞ്ഞിരുന്നു. കാര്യം ഒന്നും വിടാൻ പറ്റത്തില്ല, ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല, എല്ലാം പറഞ്ഞു പോയാൽ പറ്റും. പക്ഷേ കുറച്ച് വീഡിയോസ് മതി അതിന്. എനിക്ക് അതിൻ്റെ ഡെപ്ത് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു 3 മോഡ്യൂൾ തീർക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഡ്രാഗ് ഫോഴ്സ് എഫ് ഡി ഈ ഒരു സാധനം, മൊമെൻ്റ് ഇൻ്റഗ്രൽ ഇക്വേഷൻ, വോൺ കാർബൺ മൊമെൻ്റ് ഇൻ്റഗ്രൽ ഇക്വേഷൻ, അതവിടെ കാണും. അപ്പോൾ ഈ ഒരു 2 സാധനം ആലോചിച്ചോളാം. ഡ്രാഗ് ഫോഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻസ് നിങ്ങൾ അറിയേണ്ടത്, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ലോക്കൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. ലോക്കൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് എന്ന് പറയുന്നത് സി സഫിക്സ് ഡി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ലോക്കൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ലോക്കൽ ആകുമ്പോഴത്തേക്ക് സി സഫിക്സ് ഡി ഇട്ടിട്ട് ഒരു സ്റ്റാർ കൂടെ ഇടും. ആവറേജ് ആണ് സി സഫിക്സ് ഡി എഴുതുന്നത്. സി ഡി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ടോ സീറോ ബൈ ഹാഫ് റോ യു സ്ക്വയർ. ഇതാണ് ലോക്കൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. ഇനി ആവറേജ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് എന്ന് പറയുന്നത് സി ഡി. അപ്പോൾ ആ സി ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക, എഫ് ഡി ഡിവൈഡഡ് ബൈ, എഫ് ഡി കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഹാഫ് റോ എ യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടോ സീറോയ്ക്ക് എഫ് ബൈ എ എന്ന് കൊടുത്തെന്ന് ആലോചിച്ചാൽ മതി. എഫ് ഡി ബൈ ആണ് ആവറേജ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്തിരിക്കേണ്ടത്. ഇനി ഇത്രയും വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്ത് ഈ ഒരു സാധനം അവസാനിപ്പിക്കുകയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോബ്ലം ചെയ്യുന്ന സാധനം പഠിക്കാം.